IPL 17-ാം സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ തകർപ്പൻ പ്രകടനത്തോടെ കയ്യടി നേടിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. മത്സരത്തിൽ വെറും 52 പന്ത് നേരിട്ട് 3 ഫോറും 6 സിക്സും ഉൾപ്പെടെ പുറത്താവാതെ 82 റൺസാണ് സഞ്ജു സാംസൺ നേടിയത്. 157-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു കസറിയത്. സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവ് ഒരിക്കൽ കൂടി വ്യക്തമാകുന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. IPL-ൽ 2020 മുതലുള്ള കണക്ക് പ്രകാരം കൂടുതൽ സിക്സർ നേടിയ താരമെന്ന റെക്കോർഡാണ് സഞ്ജു നേടിയിരിക്കുന്നത്. ഇക്കാലയളവിൽ 99 സിക്സറുകളാണ് സഞ്ജു സാംസൺ അടിച്ചുകൂട്ടിയത്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത നേട്ടമാണിത്. രോഹിത് ശർമ്മ ഉൾപ്പെടെ പല സിക്സർ വീരന്മാരുണ്ടെങ്കിലും ഇവരെക്കാളെല്ലാം കൂടുതൽ സിക്സർ കഴിഞ്ഞ 4 വർഷത്തിനിടെ സഞ്ജു സാംസൺ നേടിയെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ പതിവ് പോലെ ആദ്യ മത്സരത്തിൽ മിന്നിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. 2020 മുതൽ കളിച്ച സീസണുകളിലെ ആദ്യ മത്സരത്തിലെല്ലാം 50-ലധികം റൺസ് നേടാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യം. നായകനെന്ന നിലയിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നു. 2020-ലെ ആദ്യ മത്സരത്തിൽ 32 പന്തിൽ 74 റൺസാണ് സഞ്ജു നേടിയത്. 2021-ലെ ആദ്യ മത്സരം സെഞ്ചുറിയോടെയാണ് സഞ്ജു ആഘോഷിച്ചത്. 63 പന്തിൽ 119 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. 2022-ലെ ആദ്യ മത്സരത്തിൽ 27 പന്തുകളിൽ നിന്ന് 55 റൺസ് സഞ്ജു നേടി. 2023-ലാകട്ടെ 32 പന്തിൽ 55 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. ഇപ്പോഴിതാ 52 പന്തിൽ 82 റൺസും നേടി. എന്നാൽ ഈ മികവ് വരുന്ന മത്സരങ്ങളിൽ ആവർത്തിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നില്ലെന്നതാണ് ഏറെ നാളുകളായുള്ള പ്രശ്നം. മിക്ക മത്സരങ്ങളിലും സഞ്ജു നന്നായി തുടങ്ങും, എന്നാൽ ടൂർണമെന്റ് പാതി പിന്നിടുമ്പോഴേക്കും സഞ്ജു നിരാശപ്പെടുത്തും. ഇതിന് മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം. അല്ലാത്തപക്ഷം വരുന്ന T20 ലോകകപ്പ് കളിക്കാൻ സഞ്ജുവിന് സാധിക്കാതെ വരും.